പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. അതായത് എൻ്റെ ആദ്യ സിനിമയിലും ആ ഒരു പടത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. എൻ്റെ ചെയ്ത മിക്ക സിനിമകൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിലെ പ്രശസ്തനായ ഒരു താരത്തെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ മോഹമാണ്. ഇപ്പോൾ ലോഹിതാറിന് മുമ്പിൽ നിവേദിതയിൽ അഭിനയിക്കാൻ ചെയ്ത് നടനാകാനുള്ള ആഗ്രഹമുണ്ടല്ല, സംവിധാനം സഹായിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ നടനാക്കിയതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഒരു മീറ്റിംഗിൽ അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, നീ ചെയ്ത ഒരു അവാർഡ് സിനിമ കൊണ്ട് ഇന്ന താരത്തിന് ഡേറ്റ് കിട്ടില്ല, നീ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. ഒരു നടനെ വെച്ച് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടന്റെ ഒരു സാമീപ്യം നമുക്ക് വേണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പുതിയ നടന്മാർക്ക് പലരും ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ബിഗ് സപ്പോർട്ട് വരുന്നു. പക്ഷെ അത് കിട്ടാത്ത എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും അവരുടെ അടുത്ത് ആ പ്രഭാവത്തിന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല. ഈ ആദ്യ സിനിമ ഉൾപ്പെടെ അത് ഞാൻ ഫേസ് ചെയ്തതാണ്. ഈ നാടൻ കഥാപാത്രങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതില് ഒരു നായികയായും അതുപോലെ തന്നെ ഒരു ഭാര്യയായി കൊണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതായത് ഒരു സെക്കൻഡ് മൂവിയാണെന്ന് തോന്നുന്നു, അതില് നായികയായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അഭിനയിക്കാൻ ഈസിയായിരുന്നു? സെക്കൻഡ് മൂവി ഈ തേറ്റ മൂവിയില് ക്രൂ ഞാൻ പറഞ്ഞല്ലോ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല, ടെൻഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സിനിമയില് പ്രകൃതി ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? വന്യജീവിയാണോ അതോ മൃഗമാണോ ഉപയോഗിക്കുന്നത്? നമ്മളിതിൽ ഡമ്മി ഗ്രാഫിക്സാണ് മെയിനായിട്ടുള്ളത്. അതിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലൊരു നമുക്ക് ഒരിക്കലും ചിലപ്പോൾ കുഞ്ഞിനെ വരെ ട്രെയിൻ ചെയ്ത് നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ സാധനത്തിന് നമുക്ക് ഒരിക്കലും ട്രെയിൻ ചെയ്ത് നമുക്ക് കിട്ടില്ല. നമുക്ക് ഡമ്മി ഉണ്ട്, അതുപോലെ ഗ്രാഫിക്സാണ് കൂടുതൽ. ഗ്രാഫിക്സ് ഡമ്മി വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അത് ഗ്രാഫിക്സുമായിട്ട് മാച്ച് ആകുന്നു, അത് ഒരു കോംപ്ലിക്കേഷൻ തന്നെയല്ലേ? അത് എനിക്ക് തോന്നുന്നു പടത്തിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം ഒരാൾക്കാർ നമ്മൾ കാണിച്ചിരുന്നു പടം, അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു മിക്സഡ് ആയിട്ടുള്ളതാണ്. അപ്പം അതൊരു വലിയ പ്രോബ്ലംസ് ആയിട്ട് ഇതിൽ വന്നിട്ടില്ല. അതല്ല, അമീർ എന്ന വ്യക്തിക്ക് ആ ഒരു പിന്നെ ഡമ്മി വെച്ച് ചെയ്യുമ്പോൾ ഇത് റിയലി നമ്മളൊരു സിനിമയിൽ കാണുമ്പോൾ എത്രത്തോളം അത് വർക്കൗട്ട് ആവുന്ന ഒരു ഭയം ഉണ്ടായിരുന്നുണ്ടല്ലേ? അതുണ്ടായിരുന്നു. ഞാൻ ട്രോൾ ചെയ്തിട്ട് പോകുന്നു കൊലവിളിക്കുന്നുള്ളത് എന്തായാലും ഉണ്ടാവില്ല. അതല്ല, അതെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പടം കണ്ടിട്ട് വരുന്നതിനൊപ്പം ഫിലിം കണ്ടിട്ട് തന്നെ വന്നത്. അതിന് ആ ചെയ്തതിനുള്ള റിസൾട്ട് അതുണ്ട്. ആ സ്ക്രീനിൽ വന്നപ്പോഴും അതതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, വേറൊരു കാര്യം, ഈ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ബാനറിലും ട്രെയിലറിലും ഒക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് മൂവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നരിവേട്ട ഇറങ്ങി, നരിവേട്ട നല്ല ത്രെഡുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ അത്രത്തോളം ഒരു സക്സസ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം അതിന് കിട്ടുന്ന നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പേടിച്ച് ഫാമിലികൾ കയറാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ അങ്ങനെ ഫാമിലി കയറില്ലാന്നൊരു പേടിയുണ്ടോ? നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന UA ആണ്, 13+ ആണ്. നല്ല ഡാർക്ക് ഷെയ്ഡ് പറഞ്ഞല്ലോ. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ഫാമിലി സബ്ജക്റ്റാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നമുക്ക് അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഡാർക്ക് മോഡിലേക്ക് പോകുന്നത്. എല്ലാത്തിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടർ പന്നി മാത്രമേ ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയത് കുറച്ചുകൂടി പിന്നെ നമ്മുടെ ട്രെയിലറിലൊക്കെ കുറച്ചും കൂടി ഫാമിലിനെ കുറച്ചും കൂടി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ എന്ന് പറയുന്നത് നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. കാരണം പിന്നെ ഫിലിം 1.5 മണിക്കൂറോളം നമുക്ക് 1 മണിക്കൂർ 40 മിനിറ്റോളം ഫിലിം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊന്നാലും ഉണ്ട്, ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ടായില്ലേ, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു 2 മിനിറ്റിൽ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല ചോദിക്കാനുണ്ടെങ്കിൽ പടവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോടൊക്കെ ചോദിക്കാം. ഈ സിനിമ മെയിൻലി ഏത് ജോണറിലാണ്? ഞാൻ പറഞ്ഞു, ഒരു സർവൈവൽ പരിപാടി. ഒരു സാധാരണ മനുഷ്യൻ ഒരു മൃഗമായി തീരുന്നൊരു സംഭവമാണ്. അവർക്ക് ഞാൻ പറഞ്ഞ ഒരു സർവൈവൽ അവർ കാറ്റഗറിയിലേക്ക് നമുക്ക് ഒരു സബ്ജക്റ്റാണ്. പോസ്റ്റർ കാണുമ്പോൾ
പോസ്റ്റർ കാണുമ്പോൾ വയലൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ വയലൻസിനെതിരെയാണല്ലോ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഇപ്പം ഉണ്ണിമൂലൻ പോലും നാട്ടിട്ട് ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് വയലൻസ് ആണോ എന്താണ്? അല്ല, ഇത് വയലൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോകുന്നതാണ്. അയാള് നമ്മളിപ്പോൾ പോസ്റ്റർ കാണുന്ന പോലെ തന്നെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നത്. പുറത്തിൻ്റെ ഒരു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ആളൊരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ ആ ഒരു കാട്ടിലേക്ക് എത്തുന്നു, അവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്നു, ഒരു പേടി വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറുന്നൊരു അതിലേക്ക് പോകുന്നത്. അത് അതിനൊരു സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നു. മനുഷ്യൻ എങ്ങനെ ഒരു ദേഷ്യം അയാൾക്ക് വന്നു കിടന്നു, അത് പ്രോപ്പർ വേയിൽ അത് പോകുന്നുണ്ടല്ല, അല്ലാണ്ട് ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരിപാടിയിൽ എടുത്തിട്ടില്ല. ഹലോ ബ്രോ, ബ്രോ ഇപ്പോൾ പോസ്റ്ററിൽ ഒത്തിരി മുറിവുകളും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടത്തുന്നുണ്ട് താങ്കൾക്ക്. അപ്പം ആ സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു ഇതൊന്ന്, മീൻസ് ഈ ഫൈറ്റ് സീൻസ് ആയാലും സർവൈവൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പരിക്കുകൾ എന്തെങ്കിലും പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു? എനിക്ക് ഏറ്റവും ഭയങ്കര റിസ്ക് ആയിട്ടിരുന്നത് എനിക്ക് ഒരു കാല് മടങ്ങിയത് ഒരു ചാടി വന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മടക്ക് വീടുന്നതിലൊരു ഫ്രാക്ചർ വന്നതാണ്. പക്ഷെ നമുക്ക് ഫിലിം ആ കാർഡ് നമുക്ക് ഇത്ര സമയത്തേക്കേ ഉള്ളൂ, ഒരു 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് ഉള്ളൂ ആ കാർഡ്. അപ്പം ഫിലിമിൽ പരിക്ക് പറ്റുന്നത് ഈ കാലം, ശരിക്കും പരിക്ക് പറ്റുന്നത് ഇപ്പോഴത്തെ കാലം. അപ്പം അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ചികിത്സക്കുള്ളത് പോകുന്നതാണ്, കാലം കഴിയായിട്ടില്ല. ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് ഡ്യൂപ്പൊന്നും അതിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പം ബ്രോ ഇപ്പോൾ ഇത്ര നാൾ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ച് അർബൻ ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സിറ്റി ലൈഫിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സാണ് ബ്രോ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു? ഒന്നും ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞാൽ. അല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ സിറ്റി ലൈഫും ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് തൃശ്ശൂർ കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസറൊക്കെ ഉള്ളിലേക്കല്ല കേട്ടോ. ഇതേപോലെ നമുക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നമ്മുടെ ക്യാരക്ടറിനോട് ചേഞ്ചും വന്നിട്ടില്ല, സെയിം അത് തന്നെ. പിന്നെ നമ്മുടെ ഈ പടത്തിലൊരു പ്ലസ് മൊബൈലും കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, അതൊരു പ്ലസ്. പിന്നെ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സജഷൻ എന്തുണ്ടെങ്കിലും അത് പറയാം, അതൊരു ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നുള്ളൊരു ഇതിൽ മൂടനുസരിച്ച് അങ്ങനെ പോകുന്നു. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചു. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചു. ജോസഫ് സാറിന്റെ 2 സിനിമകളിൽ എന്താണ് ഇത്ര ഗ്യാപ്പ് വരാനുള്ള കാരണം? മൂന്നാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ 2020-21 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് പുറമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റ് കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിൻ്റെ കുറേ പ്രശ്നങ്ങൾ വന്നു, വീണ്ടും റീഷൂട്ട് ചെയ്തിട്ട് വന്നു. ഇതിനു വേണ്ടി സത്യം പറഞ്ഞ ഒരു 4 വർഷത്തോളം ഒരുപാട് ഇതിനു വേണ്ടി തന്നെ മുടിയും താടിയും വളർത്തി കുറേ നാൾ ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പടങ്ങൾ അങ്ങനെയും പോയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. നമ്മൾ അധികം പടമൊന്നും വന്നിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അത് ഞാൻ കഷ്ടപ്പെടാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല. നമ്മളായിട്ട് ഇറങ്ങി കഷ്ടപ്പെടുന്നു. പിന്നെ അതുപോലെ നമ്മൾ എൻ്റെ ഇതിൽ കുറച്ച് ഒരു ആക്ഷൻ മൂഡ് ഓഫ് സാധനം ആയതുകൊണ്ട് എല്ലാത്തിലും എങ്ങനെ എടുക്കേണ്ടതെന്നൊരു ഇതുണ്ട്. അപ്പോൾ ഇതെനിക്ക് കേട്ടപ്പം ഭയങ്കര രസമായിട്ട് തോന്നുന്നു. സർവൈവൽ പരിപാടി നമ്മളൊരു മൃഗത്തിനായിട്ട് കിട്ടണമെന്നില്ല, അത് കിട്ടുന്നില്ല. ഞാനതൊക്കെ അന്ന് കൂട്ടി പിന്നെ അതിലേക്ക് നിന്നത്. കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയില്ല, ഒന്നായിട്ട് നമ്മൾ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ഒരു ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ്, അതിലൂടെ വന്നിട്ടില്ല. ഫ്യൂച്ചേഴ്സിൽ പോലെ ആക്ഷൻ മൂവീസിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. മസിലുള്ളതുകൊണ്ടാണ്? മസിലുള്ളതല്ല, എനിക്ക് പറ്റുന്നത് തോന്നുന്നു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിട്ടോ, ഞാനല്ല പറഞ്ഞത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറയുന്നത്. എനിക്ക് ആക്ഷൻ പടത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ.
ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോഴും ആക്ഷനായിട്ട് തന്നെയാണ് ഫസ്റ്റ് വന്നിറങ്ങുന്നത്. ഈ പടം അതിനൊക്കെ ഒരു ആയിരുന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞെന്ന് പറയുന്നത്, സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും ഡമ്മികളാണ്. അവർക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും മെമ്പറായിരുന്നു, കാരണം അവരല്ല തീരുമാനിക്കുന്നത്. എൻ്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല, ഏതോ ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറേ മനസ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന് ഇപ്പം മാർക്കോ ഇവിടെ നിന്നല്ല എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫൈനൽ സെൻസർ കിട്ടിയത്. ആടുജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇവിടെ നിന്നല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ ഡമ്മികൾ മാത്രമാണ് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത്. അവരുടെ വാക്കിനോ അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു വിലയില്ല. അതിന്റെ ഭാഗമായ ഒരാളെന്ന് തന്നെ പറയാം. പക്ഷെ തേറ്റ അങ്ങനെയല്ല. തേറ്റ ക്ലീനായിട്ട് UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് സിനിമ കാണാൻ സർട്ടിഫൈ ചെയ്തതാണ് അത്. അതിന്റെ അർത്ഥം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ്. അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ്. എമ്പുരാന്റെ വിവാദങ്ങൾ വെറുതെയാണെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? എമ്പുരാന്റെ വിവാദം വെറുതെയാണെന്ന് ഞാൻ പറയുന്നില്ല. എമ്പുരാന്റെ വിവാദം ശരിയായിരിക്കാം, അത് അതിനെക്കുറിച്ച് ഖണ്ഡിക്കുകയല്ല. പക്ഷെ എമ്പുരാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല, എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എമ്പുരാനെക്കാട്ടുള്ള രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തത്. ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ്. അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നമൊന്നുമല്ല. എനിക്കൊന്ന് ആ വിഷയത്തിൽ നിന്ന് മാറാം. കാരണം ഇത് നമ്മുടെ തേറ്റയുടെ പ്രൊമോഷനാണ്. അല്ല സാറിന്റെ സിനിമയുടെ പേരും കൂടി പറയുകയാണെങ്കിൽ ടോക്കൺ നമ്പർ എന്നാണ് സിനിമയുടെ പേര്. അത് ഏതിനോട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട്. കാരണം ഞാൻ ഒരു പക്ഷേ അത് പറഞ്ഞു പോയാൽ ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചു വെച്ചതാണ്. കാരണം അതെന്റെ ഒരു ആവശ്യമാണ്. എന്റെ ദയനീയാവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ എന്നൊക്കെ പറയാം. രാഷ്ട്രീയ ഇടപെടലുകൾ സെൻസർ ബോർഡിനെ ബാധിക്കുന്നതാണ് സാർ. രാഷ്ട്രീയ ഇടപെടലുകളല്ല, ചില മനുഷ്യരുടെ എന്താ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുണ്ട്. ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും, നല്ലൊരു മിടുക്കനായ ഒരു ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും, ആരുടെയൊക്കെ പ്രവൃത്തിയായിരിക്കും. അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അല്ല പോയിന്റ് ചെയ്യുന്നത്. തീർച്ചയായും ഞാൻ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ഇപ്പൊ മാർക്കോ എന്നൊരു സിനിമ വളരെ മോശമാണ്. ഒരു വയലൻസ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ വഴിതെറ്റിക്കുന്നു പറയുമ്പോൾ ഒരു കയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കയ്യിൽ ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞാൽ ആ കുഞ്ഞു ഒരിക്കലും വിഷം കുടിക്കില്ല. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സിനിമയോ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത്. നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം. നീ ഇന്നത് കാണുമ്പോൾ പലർക്കും പലതും പറയും. തീ കൈ വലിക്കുന്ന കുട്ടി എന്തുകൊണ്ടൊരു മോശ സിനിമ കണ്ടപ്പോൾ വഴിതെറ്റെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെ. അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല വഴി പറയേണ്ടത്. നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു നോക്കണം. ഒരു വയലൻസ് സിനിമയും ഒരു സൊസൈറ്റിയെ മോശമാക്കത്തില്ല. എവിടെ മോശമാക്കുന്നുണ്ട്? നമ്മുടെ മെന്റാലിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത്? വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ, ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വേടനിലേക്ക് കൊടുങ്കാറ്റ് പോലെ കുട്ടികൾ പാഞ്ഞു പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത്. ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താൻ. കാരണം ഇത് തേറ്റയാണ്, ഞാനോ എന്റെ ചിന്തകളോ അല്ല. തേറ്റ നല്ല സിനിമയാണ് കേട്ടോ, അത് വളരെ നല്ല സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ എത്തിയത്. എന്തുകൊണ്ട് പറയാം, എനിക്ക് ലോകത്തിൽ എന്നെ മാത്രം വേണ്ടിയുള്ള വ്യക്തിയാണ്. തരണ്ട, എന്നിലൊരു ക്രിയേറ്റർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത്. പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ട് നടൻ തന്നെയാണ്, അല്ലേ സുധീർ. അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോവുകയാണ് ചെയ്തത്. അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ, നമ്മളല്ലല്ലോ എല്ലാം ചെയ്യുന്നത്. കാലം എന്ത് ചെയ്യുമ്പോൾ നമ്മൾ അനുസരിക്കും, നമ്മളൊക്കെ ടൂൾസ് മാത്രമാണ്. ഈ സംവിധാനം ചെയ്യാൻ നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ എല്ലാ സംവിധായകരും സംവിധാനം ചെയ്യാൻ പറ്റാതെയാവാം അഭിനയത്തിലൊക്കെ തിരിയുന്ന സമയമാണ്. എപ്പോഴെങ്കിലും അതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് ജോലി സാറിന്റെ വിവേകത്തിലൂടെ കിട്ടിയത്. അപ്പൊ ഇതിനെ പറ്റി പൂർണ്ണമായിട്ടും അഭിനയത്തിൽ പോകാൻ എപ്പോഴെങ്കിലും കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ 19 വയസ്സായി. ഇനി എന്റെ അവസാന ശ്വാസം വരെ എന്തെങ്കിലും ലോകമറിയുന്ന ഒരു സിനിമ ചെയ്യുന്ന ഒരു പ്രതീക്ഷയോട് ജീവിക്കാം. നടന്നില്ലെങ്കിൽ അന്ന് മരിച്ചു വിടാതെ അരങ്ങൊഴിയുന്ന മനുഷ്യനെ പോലെ ഞാനും ഇല്ലാതായി പോകട്ടെ, അന്ന് വരെ ജീവിക്കാമല്ലോ. ലോകി സാർ ഇവിടെ 16 വർഷമാണ് പറയുന്നത്. ഇപ്പോഴും ലോകി സാറിന്റെ എന്തെങ്കിലും ഉപദേശം ഇപ്പോഴും മനസ്സിലാക്കി ലോകി സാർ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ അടയാളപ്പെടുത്തുന്നത് എന്റെ മരണശേഷമായിരിക്കുന്നു. വായിക്കപ്പെടാതെ പോയ, പറയപ്പെടാതെ പോയ ഒരു സംവിധാനമാണ് ലോകി സാർ. ലോകി സാറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ പോലും നിലവിലില്ല. അദ്ദേഹത്തിന്റെ നിഴല് പറ്റി ജീവിച്ച ഒരുപാട് സംവിധായകരുണ്ട്.
അവരുടെ പ്രഭാവം കെട്ടിരിക്കുകയാണ്. അപ്പം ഹീറോ ലോഹി സാർ തന്നെയാണ്. അപ്പൊ അദ്ദേഹം എന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്ത പോലെ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ലോഹി സാർ നടന്നിട്ടില്ല. നമുക്കൊക്കെ അറിയാം അല്ലേ? അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ സിനിമ നമുക്ക് തന്നിട്ട് പറയാണ് നിങ്ങൾ തീരുമാനിക്കുക സിനിമ എന്താണ്. ലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഇന്ന് ആ താരപ്രഭയിൽ നിൽക്കുന്നതിന്റെ പേരുകൾ ഉറപ്പിച്ചത് ലോഹി സാറിനെ പോലെ എഴുത്തുകാർ തന്നെയാണ്. ഇന്ന് പല താരങ്ങളും കുമ്പിള പോലെ വന്നിട്ട് ഇല്ലാതായി പോകുന്നതും കരുത്തുള്ള എഴുത്തില്ലാതായിട്ടാണ്. ശരിയല്ലേ? ലോഹി സാർ എപ്പോഴും എൻ്റെ മനസ്സിൽ ഗുരു മാത്രമല്ല, എനിക്ക് ജീവൻ തന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ്.